ആലപ്പുഴയിൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പുണ്ടായ ദുഃഖകരമായ സംഭവം നമ്മുടെ നാടിനെ ആകെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന സംഭവമാണ്. SDPIയുടെ ഒരു നേതാവിനെ RSSകാർ കൊലപ്പെടുത്തി. RSSന്റെ ഒരു നേതാവിനെ 12 മണിക്കൂർ തികയുന്നതിന് മുമ്പ് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി SDPIക്കാർ കൊലപ്പെടുത്തി. ഈ രണ്ട് സംഭവങ്ങളും ആസൂത്രിതമായ സംഭവമാണ്. ആലപ്പുഴ ഒരു കലാപഭൂമിയാക്കി മാറ്റണം എന്ന ഉദ്ദേശത്തോട് നടത്തിയ സംഭവങ്ങളാണ്. മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കി വർഗീയ കലാപമായിരുന്നു ഇവർ ഉദ്ദേശിച്ചിരുന്നത്. ശക്തമായ ഇടപെടൽ പോലീസ് സ്വീകരിച്ചതുകൊണ്ടാണ്, ഗവൺമെന്റിന്റെ ഇടപെടലാണ് ആലപ്പുഴയിൽ ഒരു വർഗീയ കലാപം ഒഴിവാക്കപ്പെട്ടത്. ഗവൺമെന്റ് സ്തംഭിച്ചു നിന്നിരുന്നുവെങ്കിൽ മുമ്പ് UDF ഭരണകാലത്ത് ആലപ്പുഴയിൽ ഉണ്ടായ 83 കാലത്തുണ്ടായ മറ്റൊരു സംഭവം ഇവിടെ നടക്കുമായിരുന്നു. അതിന് സാധിക്കാതെ പോയത് സർക്കാരിൻ്റെ ദൃഢനിശ്ചയമാണ്. കേരളത്തിലൊരു പ്രത്യേകതയുണ്ട്. ശക്തമായ മതേതരത്വ ബോധം നിലനിൽക്കുന്ന സംസ്ഥാനമാണിത്. മതനിരപേക്ഷ അടിത്തറ തകർക്കാൻ പലപ്പോഴും വർഗീയ ശക്തികൾ ഇവിടെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും മതേതരത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ജനങ്ങൾ പ്രവർത്തിക്കുന്നത്. മതനിരപേക്ഷത എന്നത് ഓരോരുത്തർക്കും സ്വന്തം മതത്തിൽ വിശ്വസിക്കാം, ആരാധനാലയങ്ങളിൽ പോകാം, ഒരു മതത്തിൽ വിശ്വസിക്കാതെയും ആരാധനാലയങ്ങളിൽ പോകാതെയും ഇവിടെ ജീവിക്കാം. ഇതാണ് ഇന്ത്യൻ ഭരണഘടന ഉദ്ഘോഷിക്കുന്നത്. എന്നാൽ ഈ മതനിരപേക്ഷതയെ തകർക്കാൻ ഇന്ന് അധികാരം കൈവശമുള്ള RSS രാജ്യവ്യാപകമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. RSS ആണ് ഇന്ന് കേന്ദ്രഭരണത്തെ നിയന്ത്രിക്കുന്നത്. RSS അവരുടെ ആഭ്യന്തര ശത്രുക്കളായി 3 കൂട്ടരെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1 മുസ്ലിങ്ങൾ, 2 ക്രിസ്ത്യാനികൾ, 3 കമ്മ്യൂണിസ്റ്റുകാർ. ഈ 3 കൂട്ടരും ഇല്ലാത്ത ഒരു ഇന്ത്യ, അതാണ് RSS വിഭാവനം ചെയ്യുന്നത്. അതിന് കേന്ദ്ര ഭരണകൂടത്തെ ഉപയോഗിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ശക്തമായ ഹിന്ദുത്വ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് ഗവൺമെന്റ് ഇപ്പോൾ ശ്രമിക്കുന്നത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാന പൂജാരിയെ പോലെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. സന്യാസിയുടെ വേഷം ധരിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി വിവിധ പരിപാടികളിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ്? സെക്കുലറിസം അംഗീകരിച്ച ഭരണഘടന നടപ്പാക്കേണ്ടുന്ന പ്രധാനമന്ത്രി തന്നെ ഇത്തരത്തിലുള്ള അവസ്ഥ സൃഷ്ടിക്കുന്നത് ബോധപൂർവമാണ്. അപകടകരമായ ഒരു രാഷ്ട്രീയമാണ് ഇവിടെ RSS നടപ്പാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹരിദ്വാറിൽ തീവ്ര ഹിന്ദുത്വ സംഘടനയുടെ ഒരു സമ്മേളനം ചേർന്നു. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ. അവിടെ സന്യാസിമാരാണ് അത് നടത്തിയത്. അതിൽ പങ്കെടുത്ത സന്യാസിമാർ പറഞ്ഞു, BJPയുടെയും RSSന്റെയും നേതാക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾ
മുസ്ലിം വിരുദ്ധ വേട്ട നിങ്ങൾക്ക് നടത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് പലതരത്തിലുള്ള സംഭവങ്ങളും രാജ്യത്ത് നടക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമുകളെ ഇന്ത്യയിൽ ജീവിക്കാൻ അനുവദിക്കരുത് എന്നാണ് ആ സമ്മേളനം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആഹ്വാനം ചെയ്ത സന്യാസിമാർക്കെതിരെ ഒരു നടപടിയും കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചില്ല. നിരവധി അഭിഭാഷകന്മാർ ചേർന്ന് സുപ്രീം കോടതിക്ക് കത്ത് കൊടുത്തിരിക്കുകയാണ്. ഇത് നടപടി സ്വീകരിക്കാൻ കോടതി ഇടപെടണമെന്ന്. ക്രിസ്മസ് ദിവസം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ വിഭാഗത്തിനെതിരെ സംഘടിതമായ ആക്രമണം നടന്നിരിക്കുകയാണ്. ഒരേ ദിവസം ക്രിസ്മസ് നാളിൽ 12 സംസ്ഥാനങ്ങളിലാണ് ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടത്. അതിൽ ഹരിയാനയിലെ അംബാലയിൽ കണ്ടോൺമെന്റ് ഏരിയയിലാണ്, പട്ടാളക്കാരുടെ സ്ഥലത്താണ് ഒരു ക്രൈസ്തവ ദേവാലയം ആക്രമിച്ച് തകർത്തത്. അവിടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ക്രിസ്തുവിൻ്റെ പ്രതിമ തകർക്കുകയുണ്ടായി. പട്ടാളക്കാർ ചുറ്റും കാവൽ നിൽക്കുന്നൊരു സ്ഥലത്ത് എങ്ങനെ ഇത് ചെയ്യാൻ സാധിച്ചു? കർണാടകത്തിൽ ഒരു സ്കൂളിൽ കയറി ആക്രമണം നടത്തുകയും ആ ക്രൈസ്തവ സ്കൂൾ തകർക്കുകയും ചെയ്തു. ഇങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സംഭവം, ക്രൈസ്തവർക്കെതിരായി നടന്ന ഈ സംഭവം ക്രിസ്മസ് ദിനത്തിൽ ആസൂത്രിതമായൊരു സംഭവമാണ്. പോലീസ് നോക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് ഇതുവരെ ആ സംഭവത്തെ അപലപിച്ചില്ല. BJP ആ സംഭവത്തെ അപലപിച്ചില്ല. പോപ്പ് തിരുമേനിയെ കാണാൻ പ്രധാനമന്ത്രി വത്തിക്കാനിലേക്ക് പോയി, ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ക്രൈസ്തവ പുരോഹിതന്മാരുടെ മുമ്പിൽ സ്നേഹം അഭിനയിക്കുകയും മറുഭാഗത്ത് ക്രൈസ്തവരെ ആക്രമിക്കുകയും ചെയ്യുന്ന ദ്വിമുഖ തന്ത്രമാണ് ഇവിടെ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. RSSന്റെ പ്രഖ്യാപിതമായ നയം നടപ്പാക്കാനാണ് ഇപ്പോൾ ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മതന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളുടെ രക്ഷ ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ്. ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ട പാർട്ടിയായ, പ്രതിപക്ഷത്തെ മുഖ്യ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി RSSന്റെ മുമ്പിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. കഴിഞ്ഞ ദിവസം ജയ്പൂരിൽ നടന്നൊരു റാലിയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സോണിയാഗാന്ധി ഇരുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു, ഇന്ത്യ ഹിന്ദുക്കളുടെ രാജ്യമാണ്, അതുകൊണ്ട് ഇന്ത്യ ഹിന്ദുക്കൾ ഭരിക്കണം. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം. ഇന്ത്യ ഹിന്ദുക്കൾ ഭരിക്കണം. ഈ നിലപാട് കോൺഗ്രസ് നേരത്തെ അംഗീകരിച്ചിരുന്നെങ്കിൽ ഫക്രുദ്ദീൻ അലി അഹമ്മദിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ, ഇന്ത്യയുടെ രാഷ്ട്രപതിയാകാൻ കഴിയുമായിരുന്നോ? മൻമോഹൻ സിംഗിന് പ്രധാനമന്ത്രിയാകാൻ കഴിയുമായിരുന്നോ? ഗാനി സൈൽ സിംഗിന് രാഷ്ട്രപതിയാകാൻ കഴിയുമായിരുന്നോ? AK ആന്റണിക്ക് കേന്ദ്രത്തിൽ മന്ത്രിയാകാൻ കഴിയുമായിരുന്നോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടിക്ക് ഇരിക്കാൻ കഴിയുമായിരുന്നോ? ഹിന്ദുക്കൾ ഭരിച്ചാൽ മതി എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇതിപ്പോൾ പല സംസ്ഥാനത്തും കോൺഗ്രസ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ എപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാരെ നിശ്ചയിക്കുമ്പോൾ ഒന്നുകിൽ പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കും. എന്നാൽ ആദ്യമായ പതിവ് തെറ്റിച്ച നിലയിലാണ് ഇത്തവണ കേരളത്തിലെ കോൺഗ്രസ് സംവിധാനം രൂപം കൊണ്ടിരിക്കുന്നത്. ഇത് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയുടെ ഭാഗമാണ്. ഹിന്ദുക്കൾക്ക് സ്ഥാനങ്ങൾ കൊടുക്കുക, ഭരണസ്ഥാനങ്ങൾ കൊടുക്കുക.
ഇത് തന്നെയാണ് മോഹൻ ഭാഗവതും പറയുന്നത്. മോഹൻ ഭാഗവത് RSSന്റെ തലവൻ ഒരു വർഷം മുമ്പ് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് കോൺഗ്രസ് വിമുക്ത ഇന്ത്യ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസ് ഉള്ള സംസ്ഥാനത്താണ് ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ കഴിയുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ഇവിടെ ഉണ്ടാവണം. പ്രാദേശിക കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനത്താണ് BJPക്ക് അധികാരത്തിൽ വരാൻ കഴിയാത്തത്. മോഹൻ ഭാഗവത് നൽകുന്ന സന്ദേശം ഹിന്ദുക്കളുടെ 2 പാർട്ടി, ഒന്ന് BJPയും മറ്റൊന്ന് കോൺഗ്രസും. ഈ സന്ദേശം നടപ്പാക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതിനോട് കോൺഗ്രസിലുള്ള മതനിരപേക്ഷ ചിന്താഗതിക്കാരായ ആളുകൾ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? അപകടകരമായ നിലയിലുള്ള രാഷ്ട്രീയത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഇവർക്ക് എങ്ങനെ RSSനെ എതിർക്കാൻ സാധിക്കും? വർഗീയതക്കെതിരെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണം. എങ്കിൽ മാത്രമേ വർഗീയതയെ നേരിടാൻ സാധിക്കുകയുള്ളൂ. വർഗീയതയ്ക്ക് പകരം മറ്റൊരു വർഗീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതിനെ നേരിടാൻ സാധിക്കുകയില്ല. മുസ്ലിം ജനവിഭാഗങ്ങൾ പ്രത്യേകമായി സംഘടിച്ച് തീവ്ര നിലപാട് സ്വീകരിച്ചതുകൊണ്ട് RSSനെ നേരിടാൻ സാധിക്കുകയില്ല. ഒരു STPക്കാരനെ കൊന്നു, ഉടനെ RSSകാരനെ കൊന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ? 2 കൂട്ടരും തീക്കളിയാണ് കളിക്കുന്നത്. 2 കൂട്ടർക്കും ആവശ്യം വർഗീയ ധ്രുവീകരണമാണ്. STPI ഉദ്ദേശിക്കുന്നത് ഇവിടെ മുസ്ലിമുകൾ വർഗീയമായി സംഘടിക്കണം, അങ്ങനെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണം എന്ന വികാരം ഉണ്ടാക്കുക. STPയുടെ നേതാവ് പറഞ്ഞ് നിങ്ങൾ കേട്ടോ? ഫേസ്ബുക്കിലാണ് ഞാൻ കണ്ടത്. അദ്ദേഹം പറഞ്ഞു, ഈ STPI നേതാവ് മരിച്ചപ്പോൾ ഞങ്ങൾ വിലാപയാത്ര നടത്തുകയില്ല, ഞങ്ങൾ ആഹ്ലാദ പ്രകടനമാണ് നടത്തുന്നത്. ഇങ്ങനെ ഏറ്റുമുട്ടി മരിച്ചാൽ സ്വർഗത്തിലെത്തും എന്ന് വികാരമുണ്ടാക്കി ചാവേറുകളെ സൃഷ്ടിക്കുകയാണ് STPI ചെയ്യുന്നത്. ഇതേ നിലയിലുള്ള സമീപനമാണ് RSS സ്വീകരിക്കുന്നത്. 2 കൂട്ടരും ചാവേറുകളെ റിക്രൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 2 കൂട്ടരും ഒരേ നിലത്തിൽ അതിൻ്റെ ആളുകൾക്ക് പരിശീലനം കൊടുക്കുകയാണ്. ചാഞ്ചല്യമില്ലാതെ ഒരാളെ കൊല്ലാനുള്ള ട്രെയിനിങ് STPI കേന്ദ്രത്തിൽ കൊടുക്കുന്നു, RSSകാരും കൊടുക്കുന്നു. ഈ 2 കൂട്ടരും സ്വീകരിക്കുന്ന സമീപനം അതാത് ജനവിഭാഗങ്ങളെ നാശത്തിലേക്ക് നയിക്കുന്ന സമീപനമാണ്. ലോകത്ത് ഇസ്ലാമിക മതമൗലികവാദം ശക്തിപ്പെട്ടിട്ടുണ്ട്. അതാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പിടിച്ചടക്കിയതോടുകൂടി ഇസ്ലാമിക മതമൗലികവാദ ചിന്താഗതിക്കാർക്ക് ഇന്ത്യയിലും ഒരു പുതിയ ഉത്തേജനം ലഭിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൻ്റെ സംഭവത്തിന് ശേഷം ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ അധികാരത്തിൽ കൊണ്ടുവന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. ലോകത്തെ മുസ്ലിമുകൾ പൊതുവിൽ മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ച മുസ്ലിം വിഭാഗമാണ്. ഭരണാധികാരികളും അങ്ങനെയായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ നജീബുള്ള മതനിരപേക്ഷ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തെയാണ് കൊന്ന് കമ്പിക്കാലിൽ കെട്ടിത്തൂക്കിയത്. അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ വളർത്തിയത് അമേരിക്കയാണ്, CIA ആണ് വളർത്തിയത്. സൗദി അറേബ്യ സദ്ദാം ഹുസൈൻ ഒരു മതനിരപേക്ഷ ഭരണാധികാരിയായിരുന്നു. സദ്ദാം ഹുസൈനെതിരെ തീവ്രവാദ ശക്തികളെ വളർത്തിയെടുത്തത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. ലിബിയ ഒരു മതനിരപേക്ഷ ഭരണകൂടമായിരുന്നു, മുസ്ലിം രാജ്യം. അതിനെ അട്ടിമറിച്ച് തീവ്രവാദ ശക്തികളെ അവിടെ അധികാരത്തിൽ കൊണ്ടുവന്നത് അമേരിക്കയാണ്.
അൽ ഖ്വയ്ദയെ പ്രോത്സാഹിപ്പിച്ച് വളർത്തിയെടുത്തത് അമേരിക്കയാണ്. ലോകത്തുടനീളം തീവ്രവാദ ശക്തികളെ അമേരിക്ക വളർത്തുകയാണ്.